എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഒരു ഡിന്നറിൻ്റെ പരിപാടിയാണ്. ഇവിടെ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. 3 പേർക്കും 3 ഐറ്റം ഉണ്ടാക്കട്ടെ. അപ്പോൾ അതാണ്ട് ഒരാളുടെ ഐറ്റത്തിലുള്ള കപ്പലണ്ടി വറുത്ത് വെച്ചു. അതിന് ഒരു ഇച്ചിരി കുക്കുംബറും സവാള, തക്കാളി ഇട്ടിട്ടില്ല, സവാള, പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞിട്ട്, തക്കാളി ഒന്നും ഇടുന്നതല്ല, അരിഞ്ഞ് വെച്ചേക്കാണ്. നാരങ്ങ നീരും ഉപ്പും പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അടുത്താക്ക് കണ്ട ബ്രെഡ് എടുത്ത് വെച്ചു. അതിന് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം എല്ലാം കൂടെ അരിഞ്ഞ് അത് വെച്ചേക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ചിക്കൻ മഞ്ഞളും ഉപ്പും കുരുമുളക് കൂടി ഇട്ട് വേവിച്ചത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കും. അദ്ദേഹത്തിനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കണം. ഇനി അടുത്തത് വേറെ ഒരാൾക്കുണ്ട്. അവർക്കുണ്ടാക്കുന്നത് റാഗിയാണ്. റാഗി പാല് പോലെ ഒരു ഗ്ലാസ് കുടിക്കും. അങ്ങനെ 3 ഐറ്റമാണ് ഇവിടുത്തെ ഡിന്നർ ഡേയിൽ. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്കുണ്ടാക്കാം. ആദ്യം സാൻഡ്വിച്ചിൻ്റെ മസാല ഒന്ന് ശരിയാക്കിയെടുക്കാം. സാൻഡ്വിച്ചിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പേ വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ശക്കല ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, ശക്കല ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം അങ്ങനെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇത്രയും വാടിയാൽ മതി. ഒരു ശകല ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകണം, അത്രയും. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ചിക്കൻ പൊടിച്ചത് ഒന്ന് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 സാൻഡ്വിച്ചിനുള്ളതാണ്. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുരുമുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഞാൻ ഇടുന്നില്ല, കാരണം ചിക്കൻ വേവിച്ചതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഉപ്പിടുന്നില്ല. ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ. ചിക്കനും ഇതെല്ലാം കൂടെ, സവാള എല്ലാം കൂടെ കിടന്നൊന്ന് വാടണം. ചിക്കനും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. മഞ്ഞളും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ചിക്കൻ വേവിക്കാനായിട്ട്, അപ്പോൾ എക്സ്ട്രാ ഒന്നും ചേർക്കണ്ടായിരുന്നു. അതിനകത്തേക്ക് ഞാൻ ഇച്ചിരി മല്ലിയില ചെറുതായിട്ട് അരിയാൻ ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിങ്ങനെ ഉണ്ടാക്കി ഒരു ബോക്സിനകത്ത് ആക്കി വെച്ചിരുന്നാൽ പെട്ടെന്ന് ജോലി ചെയ്യാൻ പറ്റും. ഞാനാണെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വാട്ടി വയ്ക്കും, വേവിച്ച് വെക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് എടുക്കേണ്ട ദിവസങ്ങൾ, എല്ലാ ദിവസവും ചിലപ്പോൾ സാൻഡ്വിച്ച് ആയിരിക്കത്തില്ല, അപ്പോൾ എടുക്കേണ്ട ദിവസങ്ങൾ ഇതുപോലെ ആക്കിയെടുക്കും. എൻ്റെ പാല് തിളച്ചു. ആ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തേക്കുകയാണ്. ഇതും മതി, വാടിയത് മതി. അപ്പോൾ ഇത് നമുക്കിനി ഓഫ് ചെയ്യാം. അപ്പോൾ മസാല മാറ്റി വെച്ചിട്ട് അടുപ്പിലോട്ട് ഞാനൊരു ദോശക്കല്ലെടുത്ത് വെച്ചിട്ട് ഒരു 4 സ്ലൈസ് ബ്രെഡ്, അതായത് 2 സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ബ്രെഡ് ഒന്ന് ജസ്റ്റ് ചൂടാക്കാൻ വെച്ചു. അതവിടെ ഇരുന്ന് ചൂടാകട്ടെ. തിരിച്ച് മറിച്ചു ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതിൽ ഞാൻ മയണൈസ് ഇഷ്ടമുള്ളവർക്ക് മയണൈസ് പുരട്ടാം, അതല്ല എന്നുണ്ടെങ്കിൽ ചീസ്. ഞാൻ ഇന്നിപ്പോൾ വെക്കുന്നത് ചീസാണ്. ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. അപ്പം ചീസാണ് ഞാനിന്ന് വെക്കുന്നത്. ചീസ് ഇത് സ്ലൈസ് ചീസ്, അല്ലാതെ പുരട്ടുന്നതല്ല, സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് വെക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ ബ്രെഡ് 2 വശവും ടോസ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ ചൂടായ ബ്രെഡിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് ഈ ചീസിൻ്റെ ഓരോ പീസും എടുത്ത് വെച്ച് കൊടുക്കാം. ചൂടിനകത്തോട്ട് വെക്കുമ്പോൾ തന്നെ അത് അലിഞ്ഞോളും. പ്രത്യേകിച്ച് ചൂടാക്കാനൊന്നും വെക്കേണ്ട കാര്യമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇതെല്ലാം മസാലയെല്ലാം വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ വയ്ക്കാം. അപ്പം ഒരുപാട് പച്ചക്കറിയൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്താൽ വലിയ പ്രിയമില്ല അദ്ദേഹത്തിന്. ഇതിനകത്തോട്ട് ഞാനിനി മസാല അങ്ങോട്ട് വാരി. വലിയ ദോഷങ്ങളൊന്നും അല്ലല്ലോ, ചീസും ശരീരത്തിന് ഗുണമുള്ളതാണ്. പിന്നെ ചിക്കനകത്തും വലിയ കുഴപ്പമൊന്നുമില്ല, ഓയിലൊന്നും കണ്ടമാനമൊന്നുമില്ല, മസാലകളും കണ്ടമാനമൊന്നുമില്ല. അങ്ങനെ
അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വയ്ക്കാം. നിറച്ചങ്ങ് വെക്കാം. അതിൻ്റെ സൈഡിൽ ഈ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഉള്ളൂ ഈ കുക്കുംബറും ക്യാരറ്റും ഒക്കെ കഴിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ സൈഡിലായിട്ട് ഒരു കുക്കുംബറും വെച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റും വെച്ചിട്ടുണ്ട്. ഞാൻ ഈ അരപ്പ് പുരട്ടിയത് ആ ചൂടായ കല്ലിലോട്ട് ഒന്നുകൂടെ വയ്ക്കും. അപ്പോൾ ശരിക്കും ആ ചീസും ഇതെല്ലാം കൂടെ അങ്ങ് മെൽറ്റായിരിക്കും. അപ്പോൾ സാൻഡ്വിച്ചും എല്ലാം റെഡിയായി. ഇതാ കണ്ടോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഇച്ചിരി സ്പൈസിയൊക്കെ ആയതുകൊണ്ട്. പിന്നെ കപ്പലണ്ടി സാലഡ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കപ്പലണ്ടി ഇതിനകത്തോട്ട് ചേർക്കാത്തത് കഴിക്കുന്നുണ്ട്, ഇട്ട് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തണുക്കത്തില്ല. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ചേക്കുന്നത്. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കാപ്പി. അതിന് പാലങ്ങോട്ട് ഒഴിച്ചു. രണ്ടുപേർക്കും ഓരോ കപ്പ് കാപ്പിയും വേണം. അപ്പോൾ ആ കാപ്പിയും കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചെടുക്കട്ടെ. കാപ്പിക്കകത്ത് മധുരം ഇടത്തില്ല. അപ്പം നമ്മുടെ 2 പേരുടെ ഐറ്റമായി കപ്പലണ്ടി സാലഡും കാപ്പിയും സാൻഡ്വിച്ചും കോഫി. ഇനി അടുത്ത മൂന്നാമത് ഒരാളോടുണ്ട്, പുള്ളിക്കുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇനി മൂന്നാമത്തെ ആളിൻ്റെ ഡിന്നർ കണ്ടില്ലേ, റാഗിയുടെ പൊടി. അതൊരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. അതിനകത്തോട്ട് ഇത്തിരി 1 ഗ്ലാസ് വെള്ളം. ഞാൻ പാല് കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. 1 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലും, കുറച്ചല്ല, ഈ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് പാലും ഒഴിക്കും. അപ്പം ഇതിങ്ങനെ അങ്ങോട്ട് കലക്കി വെച്ചിട്ട് മറ്റേ കാപ്പിക്ക് എടുത്തതിൻ്റെ ബാക്കി 1 ഗ്ലാസ് പാല് വെച്ചിട്ടുണ്ട്, അതൊന്നുകൂടെ ഗ്യാസിലോട്ട് വെക്കാം. നമുക്ക് എന്നിട്ട് റാഗി ഉണ്ടാക്കാം. അപ്പോൾ ആ പാലിനകത്തോട്ട് ഞാൻ ഈ റാഗി, വെള്ളത്തിൽ കലക്കിയ റാഗി, കുഞ്ഞുങ്ങൾക്കായി എടുക്കുന്നെങ്കിൽ ഈ റാഗി ഒന്ന് അരിച്ചോണം. ഇതിനകത്ത് ശകലം തൊലിയൊക്കെ, നമുക്ക് വലിയവർക്കൊന്നും അത് കുഴപ്പമൊന്നുമില്ല, തൊലി ഇച്ചിരി കിടന്നൊന്നും പറഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ചിലർക്ക് വയറിന് പിടിക്കത്തില്ല, വയറ് ലൂസായിട്ട് മലം പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നല്ല നേർമയുള്ള തുണിയിൽ ഒന്ന് അരിച്ചെടുക്കണം. ഇതിനകത്തും ഞാൻ പഞ്ചസാര ഇടത്തില്ല. ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അങ്ങ് കുറുകി അപ്പം മാതിരി ആകത്തില്ല, നല്ല നല്ല തിക്കായിട്ടുള്ള ഒരു ലായനിയായിട്ട് വരും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. നമ്മുടെ ഈ കുറുക്കിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. തീ കുറച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കണം, ഇവിടുന്ന് മാറരുത്, കാരണം അതിൻ്റെ ചുവട്ടിലെല്ലാം കയറി പിടിച്ചിട്ട് കട്ടകട്ടയായി പോവും. അതുകൊണ്ട് നമ്മൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം റാഗിയൊക്കെ ശരീരത്തിന് നല്ല ഔഷധ ഗുണങ്ങളൊക്കെയുള്ള നല്ലൊരു മില്ലറ്റാണ് റാഗി. ഷുഗർ പേഷ്യൻസിനും ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ കഴിക്കാനും. അപ്പോൾ ഈ റാഗി ഉപയോഗിക്കുന്നത് ഇവിടെ ഞാനാണ്. എനിക്ക് ഇച്ചിരി ഡയബറ്റിക് ഒക്കെ ഉണ്ട്, ഞാനാണ് റാഗി ഉപയോഗിക്കുന്നത്. മോനാണ് സാൻഡ്വിച്ചുകാരൻ, ഹസ്ബൻഡാണ് കപ്പലണ്ടി സാലഡ്. അത് ഓരോ ദിവസവും ഒരുപോലെ കൊടുക്കാനൊക്കത്തില്ല, വെറൈറ്റി പറയും. അതും 7 മണിയാകുമ്പോഴത്തേക്ക് ഡിന്നർ കഴിഞ്ഞിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ അതാണ്ട് തിളച്ചു, കണ്ട ഇതിൻ്റെ പരുവം കണ്ട, ഈ പരുവത്തിലാണ് എടുക്കുന്നത്. പാല് കൂടുതൽ ഒഴിക്കേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കാം, അന്നേരം ടേസ്റ്റ് കൂടും. മധുരം ഇടേണ്ടവർക്ക് മധുരം ഇടാം, നെയ്യ് ചേർക്കേണ്ടവർക്ക് നെയ്യ് ചേർക്കാം. പക്ഷേ ഞാനിതൊന്നും ചേർക്കത്തില്ല. കണ്ട നന്നായിട്ട് തിളച്ചു, കണ്ട ഇതേ പരുവത്തിലാണ് ഞാനെടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്, എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിക്കാം. നമ്മുടെ റാഗി റെഡി ആയിട്ടുണ്ട്. നോക്കിക്കോ, ഇത് നല്ലൊരു രാത്രിയിലത്തേക്ക് സുഖമാണ് ഇത് കഴിച്ചുകൊണ്ട് കിടന്നത്. ഞാൻ ഇതിൽ 1 ഗ്ലാസ് ഉണ്ട്, ഇത് ഇച്ചിരി കൂടുതലാണ് എടുത്തേക്കുന്നത്. ഇത്രയും ഞാൻ എടുക്കത്തില്ല, ഇതിൻ്റെ ചെറിയ ഗ്ലാസ്സാണ്. അപ്പോൾ ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തുകൊണ്ട് കുറച്ച് കൂടുതൽ ഒരു ഭംഗിയുള്ള ഗ്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നിറച്ചിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനകത്ത് വേണമെന്നവർക്ക് നട്ട്സ് പൊടിച്ച് ചേർക്കുകയോ ഡേറ്റ്സ് ഇടുകയോ ഒക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇച്ചിരി ഡയബറ്റിക് ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം കണ്ടല്ലോ ഞങ്ങളുടെ 3 പേരുടെയും ഡയറ്റ് ആഹാരം രാത്രിയിലത്തെ. അപ്പം ഡിന്നർ ഐറ്റം സാൻഡ്വിച്ച് ഓൾറെഡി ഒരെണ്ണം കഴിപ്പ് കഴിഞ്ഞ് അദ്ദേഹം. 2 പേർക്കും കോഫി, കപ്പലണ്ടി സാലഡ്, റാഗി.
ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ഇതാണ്. അപ്പോൾ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുന്നവരെല്ലാം ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. പാത്രങ്ങൾ ഒരുപാട് കഴുകേണ്ടി വരും, പക്ഷേ ജോലി എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതുപോലൊക്കെ വെയിറ്റ് കുറയ്ക്കാനും നല്ലതാണ്.